ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു പൊളി ഐറ്റമായിട്ടാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അയല വറ്റിച്ചത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ഇത് മാത്രം മതി, വേറെ കറിയൊന്നും വേണ്ട കേട്ടോ. കണ്ടാൽ തന്നെ അറിയാമല്ലോ, നാവിൽ കൊതി കൂറുന്ന ഒരു ഐറ്റമാണിത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 9 അയിലയാണ് എടുത്തിരിക്കുന്നത്. ഇടത്തരം അയിലയാണ്. ഒന്ന് വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, ഒന്ന് വരഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് അരപ്പ് ചേർത്ത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും ലേശം ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് ഈ മീനിലൊന്ന് പിടിപ്പിച്ച് വെക്കണം. പിടിപ്പിച്ചിട്ടൊരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. നന്നായിട്ട് ഇതിനകത്തൊന്ന് പിടിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് മീനിങ്ങനെ വെച്ചേക്കുക. ആ സമയം ഇത് ഈ അരപ്പെല്ലാം നന്നായിട്ട് ഇതിൽ പിടിച്ച് കിട്ടും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അരപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കണം. ചെറുതായിട്ടൊന്ന് വറുത്താൽ മതി, ഒത്തിരി മൂത്തൊന്നും പോകണ്ട. കുറച്ച് എണ്ണയിൽ ചെറുതായിട്ട് ഒന്ന് വറുത്തെടുക്കുക. ഇത് വറുത്തെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം വറുക്കുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, എണ്ണയൊന്നും കൂടുതൽ ഉപയോഗിക്കാത്തവരാണെങ്കിൽ വറുക്കേണ്ട കാര്യമില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ഇതല്ലേ ടേസ്റ്റ്, അപ്പം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. ചെറുതായിട്ട്, ഒത്തിരി മൂത്ത് കൊണ്ട കാര്യമില്ല. ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു സൈഡൊന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഒത്തിരി മൂക്കേണ്ട കാര്യമില്ല, ഒന്ന് വെന്ത് വന്നാൽ മതി കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ആദ്യം 5 എണ്ണമാണ് ഇട്ട് കൊടുത്തത്, മൊത്തം 9 എണ്ണമാണ്. അപ്പം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത സൈഡ് ഒരു 3 മിനിറ്റ് വെച്ച് കൊടുത്ത് അതൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇത്രയും മതി. ഇനി നമുക്കിത് കറിയിൽ ചേർക്കാനുള്ളതാണല്ലോ. കോരി മാറ്റിയതിന് ശേഷം അടുത്ത ഒരു 4 എണ്ണം ഉണ്ടായിരുന്നു, അതുകൂടെ ഇട്ട് കൊടുത്ത് ലേശം എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ 3 മിനിറ്റ് വീതം തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീനിവിടെ തിരിച്ചിട്ട് കൊടുത്ത് അത് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് കോരി മാറ്റാം. അതിനുശേഷം കറിക്കായിട്ടൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കൊരു ചെറിയ കഷ്ണം വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി കുറച്ചൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കൂടിപ്പോകാൻ പാടില്ല കേട്ടോ. കുറച്ച് മതിയെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് 2 സവോള ഞാൻ വലുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാളയൊന്ന് വഴന്ന് വരണം. സവാളയൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കണം. സവാള അങ്ങ് ഒത്തിരി വഴന്ന് വരണ്ട, ബ്രൗൺ കളർ ആവുകയൊന്നും വേണ്ട, ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഇതൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ പെട്ടെന്ന് സവാള വഴന്ന് കിട്ടും കേട്ടോ. വഴന്ന് വരട്ടെ. വഴന്ന് വരുമ്പോൾ നമുക്കൊരു 5 പച്ചമുളക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പച്ചമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം. സവാള ഒരുമാതിരി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കാം. സവാളയും പച്ചമുളകൊക്കെ ഒന്ന് വഴന്ന് വരട്ടെ. ആ സമയം നമുക്കിനി 2 തക്കാളിയാണ് ഇട്ട് കൊടുക്കാനുള്ളത്. വലിയ തക്കാളിയാണ് കേട്ടോ, 2 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുക. ഇനി സവാളയും പച്ചമുളകും തക്കാളിയും എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം കുറച്ച് സമയം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ തക്കാളി ഒന്ന് വെന്ത് കിട്ടും. ഒരു 2-3 മിനിറ്റ് നമുക്ക് ഇതൊന്ന് വഴറ്റിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 3 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്കിനി പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
ഒരു 4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലിയും സാദാ ചില്ലിയും കൂടെ ചേർത്ത് പൊടിച്ചതാണ്. അപ്പോൾ അതൊരു 4 ടീസ്പൂൺ. അധികം എരിവില്ല കേട്ടോ, അതുകൊണ്ട് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ എരിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ 4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചുകൂടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴന്നു വരുന്ന സമയത്ത് ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് 9 മീനാണ് അയലയുള്ളത്. ഈ അരപ്പിന് ആവശ്യമുള്ള പുളി ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പുളി എടുക്കാം. അവരവരുടെ പുളിക്കനുസരിച്ച് പുളിയെടുത്ത് അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളമായി പോകരുത്, നമുക്ക് മീൻ വറ്റിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഇതിന് കൂടുതൽ വെള്ളമാകാൻ പാടില്ല. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മീനിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഉപ്പൊന്ന് നോക്കി, ഉപ്പ് അല്പം കുറവായിട്ട് തോന്നി. അപ്പോൾ ലേശം ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ നോക്കി വേണം ഇടാനായിട്ട്, കാരണം നമ്മൾ മീൻ വറുക്കാൻ നേരം അരപ്പിൽ പുരട്ടിയപ്പോൾ ഉപ്പ് ചേർത്താണ് പുരട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉപ്പൊക്കെ വളരെ കുറച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം, തിളച്ച് വരട്ടെ. അരപ്പൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാ മീനും ചേർത്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് ചെറിയ തീയിലൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ കണ്ടോ, ചാറെല്ലാം വറ്റി കുറുകി വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇനി ഈ ചട്ടിയിലിരുന്ന് കുറേ കൂടെ വറ്റി വന്നോളും കേട്ടോ. അപ്പോൾ ഈ കറി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഹൈപ്പ് കൂടി ചെയ്യുക. ഓക്കേ, താങ്ക് യു.